ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല. ആ കമ്മീഷൻ നിയമനം റദ്ദാക്കി ഹൈക്കോടതി എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായും ആ മുനമ്പത്ത് അതിജീവന സമരം നടത്തുന്നവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഈ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്ത് വഖഫ് സംരക്ഷണ സമിതിയായിരുന്നു കോടതിയെ സമീപിച്ചത്. കമ്മീഷൻ നിയമനം റദ്ദാക്കി. അപ്പൊ അത് എസ് കെ വീണ്ടും സങ്കീർണമാക്കുകയാണ്. കാര്യം ഈ മുനമ്പം ഈ കമ്മീഷൻ അവിടുത്തെ പ്രശ്നപരിഹാരത്തിന് ഒരു വഴിവെക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷകൾ ഒരുപക്ഷെ അസ്ഥാനത്താവുന്നു. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കമ്മീഷന്റെ പ്രവർത്തനം അസാധുവാണ് എന്ന് കോടതി പറയുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല എന്നിപ്പോൾ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വരുന്നത്. നീറുന്ന പ്രശ്നം, പരിഹാരമില്ലാതെ നീണ്ടുപോയ പ്രശ്നം, ആ പ്രശ്നത്തിന് ഇനി എന്ത് പരിഹാരം എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലും ഉയരാൻ പോകുന്ന ചോദ്യം. ഒപ്പം തന്നെ മുനമ്പത്തെ ജനങ്ങളുടെ മുന്നിലും ഉയരാൻ പോകുന്ന ചോദ്യം. അതായത് ഇതിൽ സർക്കാർ ഒരു കമ്മീഷനെ വെക്കുന്നു, ആ വിഷയം പഠിക്കുന്നതിന് വേണ്ടി. ആ കമ്മീഷന് നിയമസാധുതയില്ല എന്ന് കോടതി തന്നെ പറയുകയാണ്. എന്തുകൊണ്ടാണ് നിയമസാധുതയില്ല എന്ന് പറയുന്നതിന് ഇപ്പോൾ കോടതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ ഈ അന്വേഷണം നടത്താൻ സർക്കാരിനാകില്ല എന്നിപ്പോൾ പറയുന്നു. കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. മനസ്സിരുത്തിയല്ല സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത്. കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. പക്ഷേ ഇതിലൊരു പ്രധാന കാരണം, ഇത് വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിനാൽ സർക്കാരിന് ഇതിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമസാധുത ഹൈക്കോടതി തള്ളിക്കളയുകയാണ്. അതിന് നിയമസാധുത ഇല്ല എന്ന് പറയുകയാണ്. സർക്കാരിന്റെ കനത്ത തിരിച്ചടി ഉറപ്പായും പറയാം. കാര്യം അതിൽ ഒരു സംശയം, സർക്കാർ തന്നെ നേരത്തെ ഈ കമ്മീഷന്റെ നിയമനം സംബന്ധിച്ച് ഹൈക്കോടതി ചില കാര്യങ്ങൾ അറിയിച്ചു. ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ എന്ന പൂർണ്ണ അർത്ഥത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് സർക്കാർ തന്നെ പറഞ്ഞതാണല്ലോ. അല്ലെ പറഞ്ഞ ഫ്രം ദ ഫസ്റ്റ് സിറ്റിംഗ് കോടതി ആദ്യ ചോദ്യം തന്നെ ഇതിന് നിയമസാധ്യതയെ പറ്റിയായിരുന്നു. അവിടെ നടന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങളൊക്കെയും സർക്കാരിനെതിരായ ചോദ്യങ്ങളായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ആ വാർത്ത ആ രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ അവിടെ വാദങ്ങളിലുടനീളം സർക്കാരിനെതിരായിട്ടുള്ളതും ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിലനിൽക്കുന്നതല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു കോടതിയുടെ പല. കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്, പക്ഷേ മനസ്സിരുത്തിയല്ല സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത്. കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നൊക്കെയാണ് കോടതി പറയുന്നത്. അപ്പോൾ ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, അപ്പൊ നിയമസാധുത ഉണ്ട്, അല്ലെങ്കിൽ ഇത് എന്താണ് ആ പ്രശ്നപരിഹാരത്തിന് സർക്കാർ നിയമിക്കുന്ന ആധികാരികമായ ഒരു സമിതിയാണ് എന്നതൊന്നും സർക്കാരിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഇതിന് നിയമസാധുത ഇല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയാണോ ശ്രീകാന്ത്? ഇപ്പോൾ എടുത്ത നടപടി, അതായത് ഈ വഖഫ് കമ്മീഷൻ ട്രിബ്യൂണലിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ അതിൽ ഒരു കമ്മീഷനെ വെച്ചതുമായി ബന്ധപ്പെട്ടാണ് കോടതി പറയുന്നത്. കമ്മീഷനുകളെ വെക്കാൻ സർക്കാരിന് അധികാരമുണ്ട്, അക്കാര്യത്തിൽ കോടതി ഇടപെടുന്നില്ല. അത് സർക്കാരിന്റെ വിവേചനാധികാരമാണ്, സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ കമ്മീഷനെ വെച്ചത് എന്തുകൊണ്ട്? അത് മനസ്സിരുത്തി തന്നെയാണോ സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാരിന് സാധിച്ചില്ല എന്നാണ് കോടതി പറയുന്നത്. കൃത്യമായ വിശദീകരണം ഇക്കാര്യത്തിൽ നൽകാൻ സർക്കാരിന് സാധിച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഹഷ്മി, അതിൽ യാതൊരുവിധ സംശയത്തിനോ കൺഫ്യൂഷനോ സ്ഥാനമില്ല. കോടതി പറയുന്നത് ഈ വഖഫ് ട്രിബ്യൂണലിന്റെ മുന്നിലിരിക്കുന്ന വിഷയത്തിൽ സർക്കാരിന് ഒരു കമ്മീഷനെ വെക്കാൻ സാധിക്കില്ല. അത് വേറൊരു വിഷയമാണ്. അത് ട്രിബ്യൂണലിന്റെ പരിഗണനയിലുള്ളതാണ്. അത് ട്രിബ്യൂണൽ പരിഗണിക്കേണ്ടതാണ്, അവിടെ പരിഹാരം കാണേണ്ടതാണ്. നേരെ മറിച്ച് എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ സർക്കാരിന് കമ്മീഷനുകളെയൊക്കെ വെക്കാം, പക്ഷേ അത് മനസ്സിരുത്തിയാകണം. ഈ കാര്യത്തിൽ മാത്രം സർക്കാരിനത് എന്തിനു വെച്ചു, എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ചു എന്നത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അതിനാൽ ഇത് റദ്ദാക്കുന്നു എന്ന് കോടതി പറയുന്നു. അതിന് നിയമസാധുതയില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. തൽക്കാലം വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി കോടതി അനുവദിച്ചു നൽകിയിരിക്കുന്നു. മുനമ്പം കമ്മീഷൻ, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഇപ്പോൾ അസാധുവായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അന്വേഷണം, ഇതുവരെ നടത്തിയ കണ്ടെത്തലുകൾ, ആ റിപ്പോർട്ട് എല്ലാം തന്നെ അസാധുവാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അദ്ദേഹം പലകുറി സിറ്റിംഗ് നടത്തിയിരുന്നു. മുനമ്പത്തെ ജനങ്ങൾ, താമസക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകളിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു. അതെല്ലാം തന്നെ അസാധുവാകുന്നു ഈ ഹൈക്കോടതി ഉത്തരവിലൂടെ എന്നുള്ളതാണ് വസ്തുത. സർക്കാർ അപ്പീൽ പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മുനമ്പത്തെ സമരമിരിക്കുന്ന ആളുകൾ അവരിനി എന്ത് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.
അങ്ങനെ ഒരുപിടി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ഏറ്റവും സുപ്രധാനമായ ഈ ഉത്തരവ് വരുന്നത്. മുനമ്പത്തെ പ്രശ്നം സർക്കാർ ഇടപെട്ട് ഒരു പരിഹാരം കാണുന്നു എന്നൊരു തോന്നൽ ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ ഹൈക്കോടതി ഉത്തരവോടുകൂടി ആ തോന്നൽ ഇല്ലാതായിരിക്കുന്നു.